അങ്ങനെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ലൂയിസ് സുവാറസ്, സെർജിയോ ബുസ്കറ്റ്, ജോർഡി ആൽബ എന്നിവരെല്ലാം ഇറങ്ങിയിട്ടും ലൂയിസ് എൻറിക്കയുടെ കീഴിലിറങ്ങിയ PSG ഒന്നും തൊടാൻ പോലും ഇന്റർ മിയാമിക്ക് സാധിച്ചില്ല. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്റർ മിയാമിക്കെതിരെ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് PSG വിജയിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയിലായിരുന്നു PSGയുടെ 4 ഗോൾ. പോർച്ചുഗീസ് താരം ജോവാൻ നവാസ് PSGക്കായി ഇരട്ട ഗോളുകൾ നേടി. 6-ാം മിനിറ്റിലും 39-ാം മിനിറ്റുകളിലുമായിരുന്നു നവാസിന്റെ ഗോളുകൾ. 44-ാം മിനിറ്റിൽ ഇന്റർ മിയാമി താരം നോമസ് അവലസിന്റെ സെൽഫ് ഗോളും PSG-യുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അഷ്റഫ് ഹക്കീമി PSG-യുടെ 4-ാം ഗോളും കണ്ടെത്തി. ഇതോടെ PSG ആകെ പരിഭ്രാന്തരായി. മെസ്സി ആരാധകരാണെങ്കിലോ എങ്ങനെയെങ്കിലും മാച്ച് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്ത വിധം സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മറികടന്നു. PSG-ക്കെതിരെ ഒരു അടിപൊളി മത്സരം തന്നെ മെസ്സി ആരാധകർക്ക് കാഴ്ചവെച്ചു മെസ്സി. പക്ഷെ 2-ാം പകുതിയിൽ ഇന്റർ മിയാമി തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. PSG-യുടെ പ്രതിരോധത്തിന് മുന്നിൽ ഇന്റർ മിയാമി ഒന്നുമല്ലാതെയായി. പന്തടക്കത്തിലും പാസുകളിലും ഷോട്ടുകളിലുമെല്ലാം PSG-ക്കായിരുന്നു മേധാവിത്വം. ഇനി PSG ബയേണിനെ നേരിടും. എന്തായാലും ആരാധകർക്ക് നിരാശയില്ല. കാരണം അടിപൊളി മത്സരങ്ങളാണ് ഇനി ആരാധകർക്ക് മുന്നിൽ കാഴ്ചവെക്കാനുള്ളത്. എന്നാൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ 48 മത്സരങ്ങളിലായി അമേരിക്കയിലെ വിവിധ ഗാലറികളിൽ 1 മില്യൺ, അതായത് 10 ലക്ഷം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ശരാശരി 56.7% മാത്രമാണ് സ്റ്റേഡിയം നിറഞ്ഞത്. അടുത്ത വർഷം ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കാനിരിക്കെ സംഘാടകരെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ കണക്ക്. ആരാധകർ കുറയുന്നത് അത് ഫുട്ബോൾ മാനേജ്മെന്റിന് വലിയ തോതിൽ നഷ്ടമായിരിക്കും. അങ്ങനെ നഷ്ടമായാൽ ഇനി അടുത്ത സീസണിൽ ഫിഫ ലോകകപ്പ് വേൾഡ് കപ്പ് ഇനി ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ യൂറോപ്പിൽ നിന്ന് 9 ടീമുകളാണ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. ബ്രസീലിൽ നിന്ന് 4 ഉറപ്പിച്ചിരിക്കുന്നു. മേജർ ലീഗ് സോക്കർ മെക്സിക്കോ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ടീമുകളും നോക്കൌട്ടിലേക്ക് മുന്നേറി. ഇതിൽ റയൽ മാഡ്രിഡിന്റെ തട്ടകം ഏതാനും മത്സരങ്ങൾക്ക് മാത്രമാണ് ആരാധകർ കൂട്ടമായി ഗാലറിയിലേക്ക് എത്തിയത്. ഗാലറിയിൽ ആളെത്താത്തതിന് പുറമെ സംഘാടനത്തിലും നിരവധി പാളിച്ചകളാണ് ക്ലബ്ബ് ലോകകപ്പിൽ ഉയർന്നത്. ചെൽസി ബെൻഫിക്ക മത്സരം 85 മിനിറ്റിലെത്തിയപ്പോൾ കാലാവസ്ഥ മോശമായതോടെ നിർത്തിവെച്ചിരുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷമാണ് പുനരാരംഭിച്ചത്. മാച്ചിന് ശേഷം ഇതിനെതിരെ ചെൽസി പരിശീലകൻ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഇത്തരത്തിൽ കളിക്കുന്നത് ഫുട്ബോളായി കരുതുന്നില്ലെന്നും തമാശയാണെന്നും ചെൽസി കോച്ച് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ മത്സരം നിർത്തിവെക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ കാലാവസ്ഥയിൽ 7-8 മാച്ചുകൾ നിർത്തിവെക്കുന്നതിലൂടെ തെളിയുന്നത് വലിയ ടൂർണമെന്റുകൾ നടത്താൻ ഇത് ശരിയായ സ്ഥലമല്ലെന്നാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരത്തെ 8 മത്സരങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ മത്സരത്തിലെ, അതായത് ഈ ഫിഫ വേൾഡ് കപ്പിലെ വിജയികൾ ആരാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ഏത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.